ബഹുവചനത്തിൽ പറയുമ്പോൾ യേശുവിനെ പോലെയാണ് ആദാം. ആദാമിനെ യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ ട്വിൻസ്. മനസ്സിലായില്ല? സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അവസാന വാക്യം, ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ. ആദാം പിതാവിന്റെ ഹൃദയം തകർത്തു, യേശു പിതാവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചു. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടും? നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പെടും? അപ്പൊ നമ്മുടെ അത് ചെയ്താൽ ലൈഫ് ജയിച്ചു. ഏതാണ്? അപ്പന്റെ ഹൃദയത്തെ സന്തോഷിച്ചാൽ മാത്രം മതി. യേശുവിനെ പോലെ, യേശുവിന്റെ ട്വിൻ ബ്രദർ ആയിരുന്നു. കർത്താവിന്റെ ആ കമ്മിറ്റ്മെന്റ് ഒന്ന് നോക്കിയേ. കർത്താവിന്റെ കമ്മിറ്റ്മെന്റ്, ഗതശമനിയിൽ വിയർപ്പ് രക്തം വിയർപ്പാക്കപ്പെടും. ഗതശമനിയിൽ രക്തം വിയർപ്പാക്കപ്പെടും. ഗോൽഗോഥയിൽ ക്രൂശിൽ കിടന്ന് പിടയുമ്പോഴും സ്വന്തം സുഖമല്ല യേശു തേടിയത്, പിതാവിന്റെ ഹിതമായിരുന്നു യേശു തേടിയത്. അതാണ് ദൈവസന്നിധിയിലുള്ള കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ 4th സർവീസിന് കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞു, 3rd സർവീസും തൊട്ടുപോയി. 4th സർവീസ് കുറച്ച് വ്യക്തമായി പറഞ്ഞു. ഞാൻ ഈ കൊമ്പത്ത് ഇരിക്കുന്നു, സക്കായി, ഞാൻ ഈ കൊമ്പത്തിരിക്കുന്നു, യേശുവേ നീ ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ ഇരിക്കുന്നിടത്തേക്ക് യേശുവിനെ കൊണ്ടുവന്ന് കയറ്റുന്നതല്ല, യേശു നിൽക്കുന്നിടത്തേക്ക് ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയാണ് കമ്മിറ്റ്മെന്റ് വെളിപ്പെടുന്നത്. എൻ്റെ കംഫർട്ട് സോൺ വിട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോൺസെപ്റ്റുകൾ വിട്ടിട്ട്, എൻ്റെ കംഫർട്ട് സോണും എൻ്റെ കോൺസെപ്റ്റും വിട്ടിട്ട് യേശുവിൻ്റെ പാദത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കമ്മിറ്റ്മെന്റ് ആകുന്നത്. റൈറ്റ്? ഇനി ഞാൻ ഇങ്ങനെ വഴിവെട്ടിയിട്ടുണ്ട്. എൻ്റെ ഇംഗിതം, എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന, ഞാൻ ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പറഞ്ഞ് ഞാൻ വെട്ടിയ വഴിയിൽ യേശു വരത്തില്ല. ഒരിക്കൽ കൂടെ, ഞാൻ വെട്ടിയ വഴിയിൽ യേശു വരത്തില്ല. യേശു വെട്ടിയ വഴിയിൽ ഞാൻ പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. എന്താ നമ്മൾ സീക്കുന്നത്? നമ്മളെന്താ സീക്കുന്നത്? നമ്മുടെ കംഫർട്ടാണോ സീക്കേണ്ടത്? നമ്മുടെ സൗകര്യമാണോ നോക്കണ്ടേ? ഒരിക്കലല്ല. അവിടെയാണ് സെൽഫ് ഡിനായൽ വെളിപ്പെടുന്നത്. രമേശ്, ഒരു കാര്യം പറയാം, എവിടെ സെൽഫ് ഡിനായൽ വെളിപ്പെടും ആ പോയിന്റ് തുടങ്ങിയാണ് ക്രൈസ്റ്റ് നമ്മൾ റിവീൽ ആക്കുന്നത്. എവിടെ നമ്മൾ തീരുന്നോ, നമ്മളില്ല, നമ്മൾ ശൂന്യമെന്ന് പറയുന്നു, എവിടെ ഹ്യൂമാനിറ്റി ഒഴുക്കപ്പെടുന്നു, അവിടെയാണ് ഡിവിനിറ്റി ഫില്ല് ചെയ്യുന്നത്.